ഹെൽത്ത് ഓൺ ദ ഡോട്ടിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഒരു വലിയ പബ്ലിക് ഹെൽത്ത് ഇഷ്യൂ, ഒരു പൊതുജനാരോഗ്യ പ്രശ്നമാണ് ആക്സിഡൻസ്, റോഡ് അപകടങ്ങൾ. ദിനംപ്രതി നിരവധി മനുഷ്യരാണ് റോഡ് അപകടങ്ങളിൽ മരിച്ചു പോകുന്നത്. പക്ഷെ അതിൻ്റെ എത്രയോ ഇരട്ടി മനുഷ്യരാണ് ഈ മരിച്ചതിന് തുല്യമായിട്ട് ജീവിക്കുന്നത്. ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ ആശുപത്രികളിലോ ജോലി ചെയ്യുന്ന ഡോക്ടർമാരും നഴ്സസും ഒക്കെ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ഇപ്പോൾ സർജിക്കൽ വാർഡിലും ഓർത്തോപീഡിക്സ് വാർഡിലും ന്യൂറോ സർജറി വാർഡിലും ഒക്കെ ജോലി ചെയ്യുന്നവർ സ്ഥിരമായി കാണുന്നൊരു കാഴ്ച ഈ ആക്സിഡൻസ് കഴിഞ്ഞിട്ടുള്ള രോഗികളുടെ ഒരു വരവാണ്. അപ്പോൾ അവരുടെ കൂടെ ഒരുപാട് പേര് ആ സമയത്തുണ്ടാകും. ആക്സിഡൻറ്റിൻ്റെ സമയത്ത് കൂടെ ഉണ്ടായ ഒരുപാട് നാട്ടുകാരുണ്ടാവും, ബന്ധുക്കളുണ്ടാകും, വീട്ടുകാരുണ്ടാവും, ചിലപ്പോൾ രാഷ്ട്രീയ സ്ഥലത്തുള്ള രാഷ്ട്രീയ നേതാക്കളുണ്ടാവും നാട്ടിലുള്ള, പിന്നെ പഞ്ചായത്തിലെ മെമ്പർമാർ, അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. ഇവരൊക്കെ വളരെ സഹായത്തോടു കൂടിയാണ്, വളരെ സഹായഹസ്തങ്ങളോട് നീട്ടിയാണ് ഈ രോഗിയുടെ കൂടെ വരുന്നത്. രോഗിക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായം കൊടുക്കും, ഡോക്ടർമാരോട് സംസാരിക്കും. ചില പക്ഷേ സ്വാധീനമുള്ള വലിയ ആൾക്കാരെ വിളിച്ചിട്ട് ഈ രോഗിക്ക് ഏറ്റവും നല്ല ചികിത്സ കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഈ പ്രബലരായിട്ടുള്ള കൂടെയുള്ള ആൾക്കാർ ചെയ്യും. പക്ഷെ പലപ്പോഴും ഈ രോഗികൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര ലളിതമായ പ്രശ്നങ്ങളായിരിക്കില്ല അവർക്കുണ്ടാകുന്നത്. ഒന്നിലധികം അസ്ഥികൾ പൊട്ടിയിട്ടുണ്ടാകും, ചിലപ്പോൾ ഒരു അസ്ഥി തന്നെ പല കഷ്ണങ്ങളായി പോയിട്ടുണ്ടാകും, നട്ടെല്ല് ഫ്രാക്ചർ ഉണ്ടാകും, തലയ്ക്ക് ക്ഷതമേറ്റിട്ടുണ്ടാകും. അപ്പോൾ ദീർഘനാൾ ഈ രോഗി വാർഡിലും ആശുപത്രിയിൽ കഴിയേണ്ടി വരും. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഈ ആൾക്കൂട്ടം പതുക്കെ പതുക്കെ കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് സ്വാഭാവികമാണ്. കാര്യം ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ജോലികളുണ്ട്, അവരുടെ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകും. അങ്ങനെ ഈ രോഗി ഡിസ്ചാർജ് ആവുന്നു. പിന്നെ ഫസ്റ്റ് റിവ്യൂ വരുന്നു. അപ്പോൾ കൂടെ ഈ പറയുന്ന നാട്ടിലുള്ള ഒന്ന് രണ്ട് പേരുണ്ടാകും, ഭാര്യയോ മക്കളോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളോ ഉണ്ടാകും. അങ്ങനെ ഈ മനുഷ്യൻ ചികിത്സയൊക്കെ നേടി പോകുന്നു. വീണ്ടും അടുത്ത റിവ്യൂവിനാകുമ്പോഴത്തേക്ക് നാട്ടിൽ നിന്നുള്ള ആരും കാണത്തില്ല, ബന്ധുക്കൾ ഒന്ന് രണ്ട് പേരുണ്ടാകും, ഭാര്യ ഉണ്ടാകും. വീണ്ടും അടുത്ത റിവ്യൂ വരുമ്പോൾ വേറെ ആരും കാണത്തില്ല, ചിലപ്പോൾ ഒരു ബന്ധുവും ഭാര്യയും മാത്രമേ ഉണ്ടാകൂ. വീണ്ടും വരുമ്പോൾ ഭാര്യ മാത്രമേ ഉണ്ടാകൂ. ഒടുക്കം ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് OP-യിലോ അല്ലെങ്കിൽ വാർഡിലോ വന്ന് ഇങ്ങനെ നിരാശനായിട്ടിരിക്കും നമ്മൾ കാണും. ഇതൊരു സ്ഥിരം കാഴ്ചയാണ്. മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നട്ടെല്ലിന് ഒടിവുണ്ടായി കിടക്കുന്ന മനുഷ്യരാണ്. ഇവരുടെ പരിചരണം വളരെ ബുദ്ധിമുട്ടാണ്. അവർക്ക് എല്ലാ കാര്യത്തിനും മറ്റൊരാളുടെ സഹായം ആവശ്യമാണ്. പലപ്പോഴും ഇവരുടെ ബ്ലാഡർ മൂത്രമൊഴിക്കുന്നത് ട്യൂബ് വഴിയായിരിക്കും. അപ്പോൾ ഈ ബ്ലാഡർ വഴി ഇൻഫെക്ഷൻ ഉണ്ടാകാം, കട്ടിലിൽ നിരന്തരമായിട്ട് കിടന്നിട്ട് ബെഡ് സോർ ഉണ്ടാകാം. എപ്പോഴും പരിചരണത്തിന് ഒരാളുണ്ടാവണം കൂടെ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്ക് നിർഭാഗ്യകരമാണ്, ഈ മനുഷ്യനൊരു ബാധ്യതയാണെന്ന് മറ്റുള്ളവർ പറയുന്നത് തന്നെ ഈ മനുഷ്യൻ കേൾക്കേണ്ടി വരും. അപ്പോൾ ഈ ആക്സിഡൻറ്റ്സ്, ഈ അപകടങ്ങളുടെ നമ്മൾ കാണുന്നത് മരണമാണ്, പക്ഷെ നമ്മൾ കാണാത്ത അതിൻ്റെ വലിയൊരു ദുഃഖകരമായിട്ടുള്ള ഒരു വശമാണ് ഈ പറഞ്ഞത്. പലപ്പോഴും ഈ ഒരവസ്ഥ അപകടം മൂലമുണ്ടാകുന്നതാവണമെന്നില്ല എന്നതാണ്. പലപ്പോഴും അപകടത്തിന് ശേഷം സംഭവിക്കുന്നതാണ്. അപകടത്തിന് ശേഷം ഈ രോഗിയെ കൈകാര്യം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന, അത് ശരിയായി കൈകാര്യം ചെയ്യാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ് പലപ്പോഴും ഇത്തരം പല കാര്യങ്ങളും. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ കുറച്ച് നാൾ മുമ്പ് തിരുവനന്തപുരം നഗരത്തിലൂടെ ഇങ്ങനെ പോവുകയാണ്. വൈകുന്നേരം കഴിഞ്ഞു, ഒരു 7 മണി 7:30 ആയി കാണും. അപ്പം ഞാൻ നടന്നു പോകുന്നതിൻ്റെ തൊട്ട് മുമ്പിലായി പെട്ടെന്നൊരു ശബ്ദവും ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഒരു ആരവവും കേട്ടു. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ ഒരു വലിയ ആൾക്കൂട്ടമുണ്ട്. അന്വേഷിച്ചപ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ നിന്നൊരു മനുഷ്യനെ ഒരു ബസ് തട്ടി റോഡിലിട്ടതാണ്. അപ്പോൾ ആൾക്കൂട്ടത്തിന് നടുക്ക് ഈ മനുഷ്യൻ കിടപ്പുണ്ട്, റോഡിൽ കിടക്കുകയാണ്. ഞാൻ ഈ ആൾക്കൂട്ടത്തിനുള്ളിലേക്ക് കടന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാനൊരു ഡോക്ടറാണ്, എനിക്ക് അയാളെ സഹായിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. പക്ഷെ നിർഭാഗ്യവശാൽ എന്നെ അതിശയിപ്പിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ പോലും അത് മൈൻഡ് ചെയ്തില്ല എന്നുള്ളതാണ്. ഒരാളുടെ നോട്ടം കണ്ടാൽ ഇതെവിടെ നിന്ന് വരുന്ന ഈ ശല്യം എന്ന രീതിയിലാണ് നോക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ആ മനുഷ്യൻ്റെ കയ്യിലും കാലിലും തൂക്കിയെടുത്ത് റോഡിൽ നിന്ന് മാറ്റാനായിട്ട് ശ്രമിച്ചു. ഞാൻ പറഞ്ഞത് മാറ്റരുത്, അവിടെ കിടക്കട്ടെ അയാൾ. അപ്പോൾ ഒരു മനുഷ്യൻ ചോദിച്ച്, അതെന്താണ്, റോഡിലാണോ ഒരു മനുഷ്യനെ കിടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ ചേർന്ന് ആ മനുഷ്യനെ തൂക്കിയെടുത്ത് ആ റോഡിൻ്റെ സൈഡിലുള്ള ഒരു വീട്ടിൻ്റെ ഗേറ്റ് തുറന്ന് കിടക്കുകയായിരുന്നു, അവിടെ കൊണ്ട് ഇരുത്തി. അപ്പോൾ ഒരാൾ ഒരു കുപ്പി വെള്ളം കൊണ്ടുവന്ന് ഈ മനുഷ്യൻ്റെ മുഖത്തൊക്കെ തളിച്ചു.
വെള്ളം കുടിക്കാൻ കൊടുത്തു. ഒരു കുറച്ച് സമയമായപ്പോഴത്തേക്ക് പോലീസ് ജീപ്പ് വന്നു. ആരോ പോലീസുകാരെ അറിയിച്ചിരുന്നു. പോലീസ് ആംബുലൻസ്, തൊട്ടുപുറകെ ആംബുലൻസും വന്നു. അങ്ങനെ ഈ മനുഷ്യനെ ആംബുലൻസിൽ നിന്ന് സ്ട്രെച്ചറിൽ കൊണ്ടുവന്നു ആശുപത്രിയിലേക്ക് പോയി. ഈ സംഭവം എനിക്ക് ഭയങ്കര ഒരു ഷോക്കിംഗ് ആയി. കാരണം ഒരു ഡോക്ടർ അവിടെ ഉണ്ടായിട്ട് ഈ ഡോക്ടറിൻ്റെ പറയുന്നത് എന്തുകൊണ്ട് ആൾക്കാർ ശ്രദ്ധിച്ചില്ല എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. അവിടെ നടന്ന കാര്യങ്ങൾ, ആ മനുഷ്യൻ, ആക്സിഡൻ്റിലായ മനുഷ്യനോട് അവിടെയുള്ള മനുഷ്യർക്ക് കാര്യമായ പരിഗണനയുണ്ട്. അതുകൊണ്ടാണല്ലോ അവർ അദ്ദേഹത്തിന് ചുറ്റും നിന്ന് അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷേ ഈ സഹായം അതെല്ലാം തെറ്റായ ദിശയിലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ആ മനുഷ്യൻ റോഡിൽ ബസ് ഇടിച്ച് റോഡിൽ കിടക്കുകയാണ്. ആംബുലൻസ് പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ആ മനുഷ്യനെ അനക്കാതെ അവിടെ തന്നെ കിടത്തുക എന്നുള്ളതാണ്. ആംബുലൻസിൽ ആൾക്കാർ ഇങ്ങനെ ആക്സിഡൻറ്റിലാകുന്ന മനുഷ്യരെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ, എടുക്കാനും കൊണ്ടുപോകാനും പരിശീലനം ലഭിച്ച ആൾക്കാരാണ്. അപ്പോൾ അവർ സ്ട്രക്ചർ കൊണ്ടുവന്നിട്ട് വളരെ ഒട്ടും തന്നെ അനങ്ങാത്ത രീതിയിൽ, ഒട്ടും തന്നെ ക്ഷതമേൽക്കാത്ത, കൂടുതൽ ക്ഷതമേൽക്കാത്ത രീതിയിൽ അവർ കൊണ്ടുപോകും. ഈ മനുഷ്യൻ കിടക്കുന്ന സ്ഥലം അങ്ങനെ കിടക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ്. ഇപ്പോൾ റോഡിൽ, തിരക്കുള്ള റോഡ്, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഇയാളെ മാറ്റേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഒരു 8-9 പേര് ചേർന്ന് തലയിൽ പിടിക്കുക, കഴുത്തിൽ പിടിക്കുക, പുറത്ത് പിടിക്കുക, ഇരുവശങ്ങളിൽ എന്നിട്ട് പിന്നെ നട്ടലിൽ, ഉരസിൽ പിടിക്കുക, അരയിൽ, തുടയിൽ, കാലിൽ, ഇങ്ങനെ ഒരു 8-9 പേര് ചേർന്ന് 2 വശത്തും നിന്ന് ഒട്ടും ശരീരം എല്ലുകളൊന്നും അനങ്ങാത്ത രീതിയിലാണ് ഇദ്ദേഹത്തെ മാറ്റി കിടത്തേണ്ടത്. ഒരു പലക കിട്ടുമെങ്കിൽ ആ പലകയുടെ മുകളിൽ കിടത്തി മാറ്റാം. എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ബോഡിയുടെ ഒരു ഫൗണ്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്ഥികളാണ്. അപ്പോൾ ഈ അസ്ഥിക്ക് ചുറ്റും ആണ് നമ്മൾ ഈ പ്രധാനപ്പെട്ട രക്തക്കുഴലുകൾ സഞ്ചരിക്കുന്നത്. അത് ഹൃദയത്തിൽ നിന്ന് രക്തം ശരീരത്തിലേക്ക് കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളുണ്ട്. അവയുടെ പേര് ധമനികൾ എന്നാണ്. ആർട്ടറി എന്ന് ഇംഗ്ലീഷിൽ പറയും, ആർട്ടറീസ്. ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളുണ്ട്. അവയുടെ പേര് സിരകൾ എന്നാണ്, വെയിൻസ്. അപ്പോൾ നമ്മൾ കൈ നോക്കിക്കഴിഞ്ഞാൽ കയ്യിൽ ഈ നീല ഞരമ്പുകൾ എന്ന് പറയുന്നത് വെയിൻസാണ്. അത് നീല നിറത്തിക്കാണ്. അതുവഴി പോകുന്ന രക്തം നേരെ ഹൃദയത്തിലേക്ക് എത്തിച്ചേരുന്ന രക്തമാണ്. ധമനികൾ എന്ന് വെച്ചാൽ തുടിക്കുന്ന രക്തക്കുഴലുകളാണ്. കാര്യം ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഹൃദയം പമ്പ് ചെയ്യുമ്പോൾ ആ ഫോഴ്സിൽ ഈ രക്തക്കുഴലുകൾ തുടിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഡോക്ടർമാർ പൾസ് നോക്കുന്ന ധമനികളിലാണ്, തുടിക്കുന്ന രക്തക്കുഴലുകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ അസ്ഥികൾ ആക്സിഡൻറ്റിൽ പൊട്ടുമ്പോൾ ഈ അസ്ഥികളുടെ പൊട്ടിയ വശം ശരിക്കും ഒരു വലിയ മൂർച്ചയുള്ള കത്തി പോലെ ആയിരിക്കുന്നത്. ചിലപ്പോൾ അതിന് കൂർത്ത വശങ്ങളുണ്ടാവും. അപ്പോൾ ഈ കൂർത്ത വശങ്ങളുള്ള അസ്ഥികളോ അല്ലെങ്കിൽ പിന്നെ ഈ കത്തിയുടെ അങ്ങനെ ആ രീതിയിൽ മൂർച്ചയുള്ള അസ്ഥികളോ ഉണ്ടെങ്കിൽ നമ്മൾ ഈ രോഗിയെ പൊക്കിയെടുക്കുകയും വലിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ എല്ലിൻ്റെ ഭാഗം, പുറത്തെ എല്ലുകൾ തൊട്ടടുത്തുള്ള രക്തക്കുഴലുകളിൽ പോയി അതിനെ കീറും, അതിൽ കുത്തി അതിനെ മുറിവേൽപ്പിക്കാം, രക്തക്കുഴലുകൾ പൊട്ടാം. അപ്പോൾ ഈ ഹൃദയത്തിൽ നിന്ന് വരുന്ന രക്തക്കുഴലുകളാണെങ്കിൽ അത് കീറിക്കഴിഞ്ഞാൽ നമ്മളൊരു പമ്പ് തുറന്നു വിട്ടതുപോലെയാണ് രക്തം ഇങ്ങനെ പ്രവഹിക്കുന്നത്, അകത്ത് പ്രവഹിക്കും. നമുക്കറിയാൻ പറ്റില്ല, അകത്ത് പ്രവഹിക്കും. അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഈ രോഗിയെ ആശുപത്രിയിൽ കൊണ്ടു ചെല്ലുമ്പോഴത്തേക്ക് രോഗിയുടെ ഉള്ളിൽ വലിയ ആന്തരിക രക്തസ്രാവം ഉണ്ടായി ഇയാൾ ഷോക്ക് എന്ന അവസ്ഥയിലായിരിക്കും, ഒരു സ്തംഭനാവസ്ഥ, ശരീരത്തിൻ്റെ രക്തചംക്രമണത്തിൽ സ്തംഭനാവസ്ഥ, ഷോക്ക്. രക്തസഞ്ചാരം നടക്കുന്നില്ല. എന്താണ് രക്തസഞ്ചാരം നടന്നില്ലുള്ള കുഴപ്പം? എന്താണ്? നമ്മുടെ ശരീരത്തിൽ രക്തസഞ്ചാരം നടന്നില്ലെങ്കിൽ, രക്തം പെട്ടെന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പ്രാണവായു ലഭിക്കില്ല. ഓക്സിജൻ, അന്തരീക്ഷത്തിൽ നിന്നുള്ള ഓക്സിജൻ നമ്മുടെ ശ്വാസകോശം വഴി രക്തത്തിൽ കലർന്നാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലും എത്തുന്നത്. അത് തലച്ചോറിൽ എത്തിയില്ലെങ്കിൽ തലച്ചോറിൻ്റെ പ്രവർത്തനം മന്ദീഭവിക്കും, തലച്ചോറ് നശിച്ചു പോകും. അപ്പോൾ ഇതാണ് ഒരു അപകടം. നമ്മൾ വലിച്ചെടുക്കുമ്പോൾ അസ്ഥികൾ രക്തക്കുഴലുകളിൽ തറച്ച് അകത്ത് നമുക്കറിയാതെ രോഗിയുടെ ശരീരത്തിൽ വലിയ തരത്തിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടാകും. രണ്ടാമത്തെ പ്രശ്നം, ഈ അസ്ഥികൾ പൊട്ടുമ്പോൾ ചിലപ്പോൾ അസ്ഥികൾ പൊട്ടി മാറില്ല, പൊട്ടി അവിടെ തന്നെ ഇരിക്കുകയായിരിക്കും.
ഒരു നേർത്ത വര പോലെ മാത്രമേ ഈ പൊട്ടൽ കാണൂ. പൊട്ടിയിട്ടുണ്ട്, പക്ഷേ പൊട്ടി മാറിയില്ല എന്നിരിക്കട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള പൊട്ടൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് ചികിത്സിക്കാൻ വളരെ എളുപ്പമാണ്. പെട്ടെന്നത് ഊറി പിടിക്കും. നമ്മളത് പൊക്കിയെടുക്കുകയോ വലിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഈ പൊട്ടിയ അസ്ഥി വലിയ തോതിൽ അകന്ന് മാറി അത് വലിയൊരു ഫ്രാക്ചറായിട്ട് മാറും. അത് ഒന്നിലധികം സ്ഥലത്ത് ഇങ്ങനെ ചെറിയ വര പോലത്തെ പൊട്ടലുണ്ടെങ്കിൽ അത് ഒന്നിലധികം വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അസ്ഥി ഫ്രാക്ചറായിട്ട് ഒടിവായിട്ട് മാറി ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അടുത്തുള്ള രക്തക്കുഴലുകളെ അത് നശിപ്പിക്കുകയോ രക്തക്കുഴലുകൾ ബ്ലീഡിങ് ഉണ്ടാകുകയോ രോഗിക്ക് ആന്തരികമായ രക്തസ്രാവം ഉണ്ടാകുകയോ ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു ചെറിയ അപകടത്തെ ഒരു വലിയൊരു അപകടമാക്കി നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അങ്ങനെ മാറിപ്പോകും. അത് വലിയ പ്രശ്നമാകും. ഇത്തരം ഒടിവുകൾ നട്ടലിനാണ് സംഭവിക്കുന്നെങ്കിലോ, ഉദാഹരണമായിട്ട് കഴുത്തിൽ പൊട്ടലുണ്ട്, പക്ഷെ അത് പൊട്ടി മാറിയിട്ടില്ല. അതൊരു നേരത്തെ വര പോലെ ഈ പൊട്ടലിങ്ങനെ കിടക്കുകയാണ്. നമ്മൾ വലിച്ച് പൊക്കുമ്പോൾ ഈ മനുഷ്യനെ, ഈ അപകടത്തിൽപ്പെട്ട മനുഷ്യനെ നമ്മൾ ചുരുട്ടി ഓട്ടോറിക്ഷയിലോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പൊക്കിയെടുത്ത് മാറ്റുകയോ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ചെറിയ പൊട്ടൽ, നട്ടലിലെ ചെറിയ പൊട്ടൽ വലിയൊരു പൊട്ടലായിട്ട് അത് പൊട്ടി അങ്ങ് മാറും നട്ടൽ. ഇതിൻ്റെ അപകടം ഭീകരമാണ്. കാരണം നമ്മുടെ തലച്ചോറിൻ്റെ വാല് പോലെ കിടക്കുന്ന ഒരു അവയവമുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് സുഷുമ്ന നാഡി. സുഷുമ്ന. ഈ സുഷുമ്ന പോകുന്നത് നട്ടലിനുള്ളിലൂടെയാണ്. നമ്മുടെ നടുവ് വരെ ഉണ്ട്, നടുവിൽ വരെ ഇങ്ങനെ അരക്കെട്ട് വരെ ഇങ്ങനെ നീണ്ടു കിടക്കും. ഈ സുഷുമ്നയിൽ നിന്നാണ് നമ്മുടെ ശരീരത്തിലേക്കുള്ള ഒരുപാട് നാഡികൾ പുറപ്പെടുന്നത്. ഇപ്പോൾ കൈയിലേക്ക്, തോളിലേക്ക്, നെഞ്ചിലേക്ക്, കുടലിലേക്ക്, ശരീരത്തിലെ അവയവങ്ങളിലേക്ക്, കാലുകളിലേക്ക്, അരക്കെട്ടിലേക്കൊക്കെയുള്ള നാഡികൾ പുറപ്പെടുന്നത് ഈ സുഷുമ്നയിൽ നിന്നാണ്. അപ്പോൾ സുഷുമ്ന സ്ഥിതി ചെയ്യുന്നത് നട്ടലിനകത്താണ്. നമ്മൾ നട്ടലിൽ ഈ ചെറിയ ഹെയർലൈൻ ഫ്രാക്ചർ, ചെറിയൊരു പൊട്ടൽ മാത്രമാണെങ്കിൽ ഈ സുഷുമ്നയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. പക്ഷെ നമ്മൾ ഈ രോഗിയെ യാതൊരു കരുതലുമില്ലാതെ പൊക്കിയെടുത്താൽ ഈ ഫ്രാക്ചർ ഒന്ന് വലുതായി കഴിഞ്ഞാൽ സുഷുമ്ന മുറിഞ്ഞു പോകും. സുഷുമ്ന മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ മുറിയുന്നതിന് താഴേക്ക് ശരീരം സ്തംഭിച്ചു പോകുക എന്നുള്ളതാണ്. ഇപ്പോൾ കഴുത്തിന് താഴെയാണെങ്കിൽ കഴുത്തിന് താഴെ ആ മനുഷ്യൻ്റെ ശരീരം, കൈയും കാലും ഒക്കെ സ്തംഭിച്ചു പോകും, അനക്കാമിയതായി പോകും. അരയ്ക്ക് താഴെയാണെങ്കിൽ അരയ്ക്ക് താഴെയായിട്ടുള്ള സുഷുമ്ന മുറിഞ്ഞ അരയ്ക്ക് താഴേക്കുള്ള പ്രവർത്തനങ്ങളെല്ലാം സ്തംഭിച്ചു പോകും. ജീവിതകാലം മുഴുവൻ ഈ മനുഷ്യൻ കഴുത്തിലാണെങ്കിൽ കൈയും കാലും അനക്കാതെ, അതിന് താഴെയാണെങ്കിൽ കാലുകൾ അനക്കാതെ ജീവിതകാലം മുഴുവൻ കഴിയേണ്ടി വരും. ഇതാണ് എൻ്റെ അപകടം. നമ്മൾ കരുതലോടെ, നേരത്തെ പറഞ്ഞ രീതിയിൽ കരുതലോടെ ഒരു 8-9 പേര് ചേർന്ന് ഈ മനുഷ്യനെ മാറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആംബുലൻസ് വന്ന് വളരെ ശരിയായ രീതിയിൽ ഈ മനുഷ്യനെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നെങ്കിൽ ഈ കുഴപ്പം ഉണ്ടാകില്ലായിരുന്നു. അയാൾ എല്ലാ സാധാരണ മനുഷ്യനെയും പോലെയും ജീവിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു സാധ്യത നമ്മൾ ശ്രദ്ധയോടെ ഈ മനുഷ്യനെ കൈകാര്യം ചെയ്യാത്തതിലൂടെ ആ ഒരു സാധ്യത അടഞ്ഞു പോകും. മറ്റൊരു കാര്യം വെള്ളം കൊടുക്കുന്ന കാര്യമാണ്. അപ്പം വെള്ളം കൊടുക്കുന്ന കാര്യം നമ്മളെപ്പോഴും വിചാരിക്കും ഒരു അവശനായ ഒരാൾക്ക് വെള്ളം കൊടുക്കണം. ശരിയാണ്, കറക്റ്റാണ്. പക്ഷേ ഈ ആക്സിഡൻറ്റിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആക്സിഡൻ്റ് ഉണ്ടായി തലച്ചോറിന് അല്ലെങ്കിൽ തലയ്ക്ക് ക്ഷതമേറ്റിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കുമ്പോൾ വിഴുങ്ങണമല്ലോ. വിഴുങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ വെള്ളം അവിടെ പോകും, നേരെ ശ്വാസകോശത്തിൽ പോകും. അപ്പോൾ നമ്മൾ കുടിക്കാനായി കൊടുക്കുന്ന വെള്ളം ഈ മനുഷ്യന് ഇതുപോലെ തൊണ്ട അനക്കുന്ന നാഡികൾക്ക് ക്ഷതമേറ്റിട്ടുണ്ടെങ്കിൽ ഈ കുടിക്കാൻ കൊടുക്കുന്ന ജലം നേരെ പോകുന്നത് അയാളുടെ വയറിലേക്കായിരിക്കത്തില്ല, അയാളുടെ ശ്വാസകോശത്തിലേക്കായിരിക്കും. അങ്ങനെ ശ്വാസതടസ്സമുണ്ടായി ആ മനുഷ്യൻ മരിക്കുകയോ അല്ലെങ്കിൽ വലിയ കടുത്ത ന്യൂമോണിയ പോലെയുള്ള കാര്യങ്ങൾക്കും അപകടത്തെ വലിയ സങ്കീർണമാക്കി മാറ്റുന്ന ഒരു പരിപാടിയാണ് ഈ വെള്ളം കൊടുക്കൽ. മാത്രമല്ല, എമർജൻസി സർജറി വേണ്ടി വരികയാണെങ്കിൽ വെള്ളം കൊടുക്കുന്നത് അനസ്തേഷ്യ നൽകാൻ ബുദ്ധിമുട്ടാവുകയും ചെയ്യും. ഒരാൾ ആക്സിഡൻ്റായി കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഈ മനുഷ്യനെ ആംബുലൻസ് പെട്ടെന്ന് വരുമെങ്കിൽ അതുവരെ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 8-9 പേര് ചേർന്ന് വളരെ സാവധാനം ശ്രദ്ധയോടെ ഈ മനുഷ്യനെ കഴുത്തും നെഞ്ചും കൈയും കാലും ഒന്നും ഒരേ നിരപ്പിൽ ഇരിക്കുന്ന വിധം എടുത്തു മാറ്റുക. 2, ഈ മനുഷ്യന് ഒരു കാരണവശാലും വെള്ളം കൊടുക്കരുത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു മനുഷ്യനോട് ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമായിരിക്കും. എല്ലാവരും ഈ കാര്യം ശ്രദ്ധിക്കണം. ഇതൊക്കെയാണെങ്കിലും എനിക്കിന്നും മനസ്സിലാവാത്തൊരു കാര്യം,
ഞാനൊരു ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് പോലും ആ ജനങ്ങൾ എന്തുകൊണ്ട് എന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ജനക്കൂട്ടത്തിൻ്റെ സ്വഭാവം പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ ആവില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രതികരണമായിരിക്കില്ല. നിങ്ങളൊരു ആക്സിഡൻറ്റ് സമയത്ത് ഒരാൾ വന്ന് ഞാനൊരു ഡോക്ടറാണെന്ന് പറയുകയാണെങ്കിൽ സുരക്ഷാ നടപടികൾ അദ്ദേഹത്തിൻ്റെ ഉപദേശം തേടുകയും ചെയ്യണം. അത് നല്ലതാണ്. എല്ലാവരും ഈ കാര്യം ഓർത്തിരിക്കുക. ഒരുപാട് പേര് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഇടയാവട്ടെ. താങ്ക് യു.